ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ശ്രീ അനന്തപത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുന്ന ലോക പ്രശസ്തമായ ഓണവില്ല്. ഈ ഓണവില്ലെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് എങ്ങനെയില്ല ഓണവില്ലിന്റെ നിർമ്മാണ രീതികളും മറ്റ് വിശേഷങ്ങളുമാണ് കാണാൻ പോകുന്നത്. നോക്കാം. പള്ളിവില്ലെന്നറിയപ്പെടുന്ന ഓണവില്ല് തലമുറകളായി ചെയ്ത് അനന്തപത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കുന്ന ഓണവില്ല് കുടുംബത്തിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ കുടുംബം തന്നെ നമ്മളോട് ഉണ്ട്. നമസ്കാരം. അപ്പോൾ എല്ലാവരും ഉണ്ട് ഈ തലമുറയിൽ. അപ്പം ഈ തലമുറയിലെ ഏറ്റവും മുതിർന്ന ആള് കാരണവരാണ് ഇദ്ദേഹം RBK ആചാര്യൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ഐതിഹ്യം എങ്ങനെയാണ്? നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളിവില്ലെന്ന ഓണവില്ല് ഭഗവാന് സമർപ്പിക്കുന്നത്. പാരമ്പര്യമായിട്ട് ഞങ്ങളിത് ഇവിടെ കരമനയിൽ 8ാമത്തെ തലമുറയാണ്. പിന്നെ ഐതിഹ്യമായിട്ട് പറയുന്നത് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ശരിക്കും മഹാബലി ചക്രവർത്തി കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന ദിനത്തിനാണ് നമ്മൾ ഓണമായിട്ട് പൂർവികമായിട്ട് പറഞ്ഞു വരുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ കേരളത്തിലെ പ്രജകളെ കാണാൻ വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമാണ് വാമനാവതാരം. ഈ വാമനാവതാരത്തിലാണ് മഹാബലിയെ സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന ഒരു ദിവസം മഹാവിഷ്ണു വീണ്ടും അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം മഹാബലി ചക്രവർത്തി മഹാവിഷ്ണുവിനോട് പറയും. അപ്പോൾ മഹാവിഷ്ണു പ്രപഞ്ച ശില്പിയായ വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഈ മഹാബലിയുടെ ആഗ്രഹം മഹാവിഷ്ണുവിനോട് പറയും, വിശ്വകർമ്മദേവനോട് പറയും. വിശ്വകർമ്മദേവൻ ദശാവതാരം ആദ്യം വരച്ച് കാണുക. അതായത് എടുത്ത അവതാരങ്ങളും ഇനി എടുക്കാൻ പോകുന്ന അവതാരങ്ങളും ആദ്യം വരച്ച് സമർപ്പിക്കുന്നു, കാണിക്കുന്നു. അപ്പോൾ വീണ്ടും 5 അവതാരങ്ങളുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്ന ഒരു വാക്ക് കൊടുക്കും. അപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളിവില്ലെന്ന ഓണവില്ല് ഞങ്ങൾ പാരമ്പര്യമായിട്ട് സമർപ്പിക്കും. വരച്ച് സമർപ്പിക്കും. ഇതിൻ്റെ ഒരു ആദ്യത്തെ പടി എങ്ങനെയാണ്? ആദ്യത്തെ പണി നമ്മൾ പലക തയ്യാറാക്കലാണ്. പലക തയ്യാറാക്കുന്നതിന് ഇതിന് ദേവഗണത്തിൽപ്പെട്ട കടമ്പ്, മഹാഗണി എന്നീ വൃക്ഷങ്ങൾ കണ്ടെത്തിയിട്ട് അത് മരങ്ങൾ, വൃക്ഷലതാദികളോടും പക്ഷി മൃഗാദികളോടൊക്കെ അനുവാദം വാങ്ങി മുറിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് പലക പരുവപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചടങ്ങ് നമ്മുടെ പണ്ടുകാലങ്ങളിൽ വൃക്ഷം മുറിച്ചിട്ട് അവിടെ പക്ഷിലതാദികളോടും മൃഗങ്ങളോടും ഒക്കെ അനുവാദം വാങ്ങിച്ച് ആണ് വൃക്ഷങ്ങൾ മുറിച്ചിടുന്നത്. ആ ചടങ്ങ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് അത് നടത്തി ആയിട്ടാണ് അത് പലകയാക്കി പരുവപ്പെടുത്തി എടുക്കുന്നത്. കാരണം ഓണവില്ലിന് വേണ്ടിയിട്ട് പ്രത്യേക ഷേപ്പുണ്ട്. ആ ഷേപ്പിൽ അറുത്തെടുക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് കാരണവരാണ്, നമ്മുടെ മാമനാണ് അത് ചെയ്യുന്നത്. അദ്ദേഹം അത് പരുവപ്പെടുത്തി എടുക്കുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. ഇതിനും കുറച്ച് പ്രത്യേകത ഉണ്ട്, കുറച്ചൊരു അകത്തോട്ടൊരു വിട്ടൊക്കെ ഉണ്ട്. അതായത് ഇതിപ്പോ 4.5 അടി നീളമാണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അങ്കുലക്കണക്ക് പറയുമ്പോൾ വേറെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ അടിക്കണക്ക് പറയുമ്പോൾ 4.5 അടി നീളം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ 4/1 ഭാഗമായിട്ടാണ് ഈ വലിയ വില്ലിനെ കണക്കാക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ വില്ല്. പത്മനാഭസ്വാമിയെ വരയ്ക്കുന്ന വില്ല് ഇതാണ്. ഇതിനകത്ത് 3/4 ഇഞ്ച് ഘനം വരും. ഇതിൻ്റെ ഒരു ഘനം എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. അതിൽ ടേപ്പറായിട്ട് കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ ഒരു ഷേപ്പ് വള്ളത്തിൻ്റെ മാതൃകയിലാണ്. നമ്മളിതിനെ നോക്കിക്കഴിഞ്ഞാൽ വഞ്ചിയുടെ മാതൃകയാണ് അല്ലേ? പത്മനാഭസ്വാമി ഭഗവാൻ അറിയപ്പെടുന്നത് വഞ്ചി വാണ പെരുമാൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിനെ വഞ്ചി നാടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താഴികക്കുടം, നമ്മൾ ഗോപുരത്തിൽ താഴികക്കുടം ഇതുപോലെ ഇരിക്കുന്നു. ഇവിടെ വഞ്ചിയുടെ മാതൃക വന്നിട്ട് 7 താഴികക്കുടം ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. വഞ്ചിയുടെ ഷേപ്പിലാണ് അറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ തഞ്ചാവൂർ, കാഞ്ചീപുരത്ത് നിന്ന് വന്ന ശില്പികളാണ് ഇവിടെ ഗോപുരം നിർമ്മാണം നടത്തിയത്. അതിന് മുമ്പ് അമ്പലമുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, പിന്നീടാണ് ഗോപുരമൊക്കെ വന്നത്. അന്ന് അവർ ചെയ്തത് കേരളത്തിനെ മാതൃകയാക്കിയിട്ട് ഒരു വഞ്ചിയുടെ രൂപത്തിലാണ് മുകളിൽ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ മാതൃക.
അതുകൊണ്ടാണ് ഓണവില്ലും പള്ളിവില്ലും ഈ വഞ്ചിയുടെ മാതൃകയിൽ ചെയ്തത്. കാര്യം ഭഗവാന്റെ ചൈതന്യം കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ അവർ ചെയ്തെടുത്ത ഒരു ശില്പമാണ്. ഇതിലാണ് പത്മനാഭസ്വാമിയെ വരയ്ക്കുന്നത്. ഇതേ ഷേപ്പിൽ 3 അളവുണ്ട്. ഏറ്റവും വലിയ അളവ് ഇതാണ്. ഇത് 4.5 അടി നീളമാണ് പത്മനാഭസ്വാമിയെ വരയ്ക്കുന്നതാണ്. അടുത്ത അളവെന്ന് പറയുന്നത് ഇത് 4 അടിയാണ്. ഇത് അതുപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ 4 അടി നീളമാണ്, 3/4 ഇഞ്ച് ഘനമാണ്. അതെ, ഇത് 4 അടി നീളമാണ്, 3/4 ഇഞ്ച് ഘനമാണ്. ഇത് കടമ്പ് മഹാഗണി, ഈ 2 പലകയിൽ ചെയ്യുള്ളൂ. കടമ്പ് കിട്ടിയില്ലെങ്കിൽ മഹാഗണി ചെയ്യും. ഇത് കടമ്പും ഉണ്ട് മഹാഗണിയും ഉണ്ട്. പിന്നെ ഉള്ളത് 3ാമത്തെ അളവാണ്. ഇത് ഇതിനകത്ത് 2ാമത്തെ അളവിൽ ഇപ്പോൾ നേരത്തെ അടുത്തതിൽ ശ്രീരാമ പട്ടാഭിഷേകം, ദശാവതാരം, ശാസ്താവ്, അവരുടെ ചിത്രങ്ങളാണ് അതിനകത്ത് വരയ്ക്കുന്നത്. ഇത് ഏറ്റവും ചെറിയ അളവ് 3.5 അടി നീളമാണ്. ഇത് അതുപോലെ അതേ മാതൃക തന്നെയാണ്, വ്യത്യാസമില്ലാതെ അതിൻ്റെ ചെറിയ രൂപത്തിൽ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ശ്രീകൃഷ്ണ ലീലയും വിനായകനുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് 3 അളവ് ഒരു പലകയിൽ തന്നിരിക്കുകയാണ്. കണ്ടോ, ഇത് പണ്ട് തുടങ്ങി ഉപയോഗിക്കുന്നത് എത്രയോ തലമുറയായിട്ട് കൈമാറി വന്ന അത്രയും പഴക്കമുള്ള, ഏകദേശം ഒരു 800 വർഷത്തിന്മേൽ പഴക്കമുണ്ടാവും. അച്ച്, ഇതിൻ്റെ ടെംപ്ലേറ്റ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറയാം, അച്ചെന്ന് പറയും. ഏറ്റവും വലിയ അളവ്, 2ാമത്തെ അളവ്, 3ാമത്തെ അളവ്, അങ്ങനെ 3 അളവും ഒരു വില്ലിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതും പഴക്കമുള്ള, അതായത് 8-9 തലമുറകൾക്ക് മുമ്പേ ഉള്ള വില്ലാണ്. ഇത് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ സ്വത്താണ്. അത് 800 വർഷത്തിന്മേൽ പഴക്കം വരും ഈ വില്ലിന്. അത്രയും തലമുറയായിട്ട് കൈമാറി വരുന്നതാണ്. ഇതിനകത്ത് വരച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപമാണ്. ഇതിലുള്ള നമ്മുടെ ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹം കാണും പോലെ കാണാൻ പറ്റും. ഇതിനകത്ത് അത്രയും ഇരുട്ടത്ത് അങ്ങനെ കിടക്കുന്ന ഒരു രൂപം കാണുന്നു. ദേവിമാര് ശ്രീദേവി, ഭൂമി ദേവി, ദ്വാരപാലകര്, ദിവാകരമുനി, കൗടിന്യ മഹർഷി. പിന്നെ ഉള്ളത് നിറങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നിറം, ഇതിനകത്ത് മഞ്ഞപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മഞ്ഞ നിറമാണ്. ഇത് പൊടിയാണ്, നിറമാണ്. ഇത് കളമെഴുതുന്ന പൊടിയാണ്. കളമെഴുതുന്ന പൊടി ഒരു പ്രത്യേകമായിട്ട് പരുവപ്പെടുത്തി, അത് വെള്ളമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മീഡിയം. അതിനകത്ത് പശയോടെ ചേർത്തിട്ടാണ് ഇത് അടിക്കുന്നത്. ജപിച്ച് തീർത്ഥം ഒഴിച്ചിട്ടാണിത് പണി തുടങ്ങുമ്പോൾ ചെയ്യുന്നത്. പിന്നെ ഈ 2 വശങ്ങളിലും, തടിയുടെ 2 വശങ്ങളിലും ഈ മഞ്ഞ നിറം അടിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ബേസ് പോലെ മഞ്ഞ. ഓണത്തിന്റെ നിറം എന്ന് പറയുന്ന മഞ്ഞ വർണ്ണമാണ്, പീതവർണ്ണമാണ്. പത്മനാഭസ്വാമി ഭഗവാന്റെ, മഹാവിഷ്ണുവിനൊക്കെ ഏറ്റവും ഇഷ്ടം മഞ്ഞ നിറമാണ്, മഞ്ഞ വസ്ത്രമാണ്. വരയ്ക്കുന്ന പ്രതലത്തിൽ ചുവപ്പാണ് ഇരിക്കുന്നത്. ചുവപ്പാണ്, ചുമപ്പ്. ഇപ്പം ചുവപ്പ് എന്ന് പറയുമ്പം ഭദ്രകാളിയുടെ ഒരു നിറമാണ്. ഭദ്രയുടെ ഭഗവാന്റെ സഹോദരി സ്ഥാനമാണ് ഭദ്ര. നമ്മുടെയൊക്കെ പൂർവികർ ഉപാസിച്ചിരുന്നത് ഭദ്രകാളി സേവര. അപ്പോൾ യഥാർത്ഥത്തിൽ ഓണവില്ല് അല്ല പള്ളിവില്ലെന്ന് സമർപ്പണം നടക്കുന്നത് തന്നെ ഭദ്രകാളിയുടെ ഉപാസകർ ഭഗവാന് കൊണ്ട് സമർപ്പിക്കുന്നതായിട്ട്. അന്നിവിടെ പച്ചപ്പന്തലൊക്കെ കെട്ടി, പണ്ട് കാലങ്ങളിൽ പച്ചപ്പന്തൽ കെട്ടിയിട്ടാണ് വില്ല് വെച്ച് പൂജ നടത്തിയിരുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിന് ഈ ചുവപ്പ് നിറം അടിച്ച പ്രതലത്തിൽ സ്കെച്ചിടുന്നതാണ്. അപ്പോൾ സ്കെച്ചിടാനായിട്ട് അനിയൻ സ്കെച്ചിടും. സ്കെച്ചിട്ടതിന് ശേഷമാണ് അതിൽ ഓരോരോ നിറങ്ങൾ ചാലിച്ച് ഞങ്ങൾ ചിത്രങ്ങൾ വരച്ചു തുടങ്ങുന്നത്. ഇത് നമ്മൾ വെച്ചിട്ട് ഇതേ മാതൃകയിലാണ് നമ്മൾ സ്കെച്ച് ചെയ്യാൻ പണ്ട് കാലം മുതൽക്ക് ഇതാണ് ഞങ്ങൾ. എൻ്റെ പേര് സുദർശൻ, ക്ഷേത്രശില്പിയാണ്. ഞാൻ അനേകം ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സഹോദരങ്ങൾ ഒരുപാട്, എല്ലാവർക്കും ഇത് അറിയാമെങ്കിലും എനിക്കാണ് ഇതിനൊരു കർത്തവ്യം. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ്. പിന്നെ ഈ പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ ജനിച്ചത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇത് അനന്തന പത്മനാഭസ്വാമിയുടെ സ്വാമി ശയിക്കുന്നത് അനന്തൻ്റെ പുറത്താണ്.
അപ്പം അനന്തനെ ആണ് വരയ്ക്കുന്നത്. ഏറ്റവും ഇളയ അനിയനാണ്, സുലഭനാണ്. സ്കെച്ച് കഴിഞ്ഞിട്ടുള്ള ബേസ്. സ്കെച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിറം എന്ന് പറയുന്നത് ഇതിനകത്ത് ബേസായിട്ട് ഇടുന്ന അനന്തനാണ്. ഒരു അനന്തൻ്റെ പുറത്ത് ശയിക്കുന്നതുകൊണ്ട് ഇപ്പം അതിനകത്ത് 3 ചുറ്റാണ് വരുന്നത്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, അങ്ങനെ 3 കാലങ്ങളെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഈ 3 ചുറ്റ് വരയ്ക്കുന്നത്. 5 തലയാണ്, പഞ്ചഭൂതങ്ങൾ എന്നുള്ള കണക്കാണ്. ഓരോരുത്തരും ഓരോന്നാണ് ചെയ്യുന്നത്. ദശാവതാരം, പത്മനാഭസ്വാമി, അവിടുത്തെ അത് ചെറുതല്ല. ഇതൊക്കെ വസ്ത്രങ്ങൾ ഇടുന്നതാണ്. ഇപ്പം ഓരോരുത്തരുടെയും വസ്ത്രം ഓരോ നിറങ്ങളാണ്. ഇതിപ്പോ അനന്തശയനമാണ് ചെയ്യുന്നത് അല്ലേ? അതെ, ഇതിപ്പോൾ പത്മനാഭസ്വാമിയുടെ ഭഗവാന്റെ മുഖം വരയ്ക്കുന്നതാണ്. അനിയനാണ്, സുദർശനാണ് ഈ മുഖം പൂർണ്ണമായിട്ടും വരച്ചെടുക്കുന്നത്. മിഴികൾ തുറക്കുക എന്ന് പറയും. ഇതേ നേരത്തെ നമുക്ക് ആ സ്കെച്ച് ഇട്ട് കാണിച്ചു തന്നിരുന്നു, അവിടെ നിന്നാണ് ഇതിലേക്ക് വന്നത്. അതെ. ഇപ്പം നിറങ്ങളിപ്പം ഭഗവാന്റെ ശരിക്കും മേഘവർണ്ണൻ എന്നാണ് പറയുന്നത്. മേഘവർണ്ണം നമുക്ക് ഇതിനകത്ത് വരയ്ക്കാം. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു കിളിപ്പച്ചയായിട്ട് പച്ച നിറം കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിലും എന്നാൽ അത് മുഖം, കണ്ണും ഒക്കെ പുറത്ത് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആണ് പണ്ട് കാലങ്ങളിലെ ഈ നിറം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പത്മനാഭസ്വാമിയുടെ ശിരസിൻ്റെ ഭാഗത്തിരിക്കുന്നത് ഭൂമിദേവിയാണ്, പാദത്തിൻ്റെ ഭാഗത്തിരിക്കുന്നത് ലക്ഷ്മി ദേവി. ബ്രഹ്മ, വിഷ്ണു, മഹേഷൻ, അങ്ങനെ 3 സങ്കല്പം കൂടി വരുന്നുണ്ട്. പിന്നെ നാരദര്, അശ്വിനി ദേവന്മാർ, ഗരുഡൻ, ഭഗവാന്റെ ആയുധങ്ങൾ, പ്രപഞ്ചത്തിന് സാക്ഷിയായിട്ട് സൂര്യനും ചന്ദ്രനും, ഭഗവാന്റെ വാഹനമായ ഗരുഡൻ. അങ്ങനെ ആണ് ഇതിനകത്ത് പൂർണ്ണമായിട്ടും വരയ്ക്കുന്നത്. സുലഭൻ്റെ മകളാണ് ശിവപാർവതി. കുഞ്ഞുനാൾ മുതലേ തന്നെ ഈ ഓണവില്ല് നിർമ്മിക്കുന്ന സമയത്തും അതിൽ വളരെ ശ്രദ്ധയോടുകൂടി നിറങ്ങൾ കൊടുക്കുകയും ഒക്കെ വരയ്ക്കാനുള്ള ചെറുതിലേ തന്നെ, കുഞ്ഞുനാൾ മുതലേ തന്നെ വരയ്ക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു അനുജൻ്റെ മകനാണ്, പ്രണവദേവ് എന്നാണ് പേര്. ദശാവതാര വില്ലാണ്. ദശാവതാര വില്ലിൻ്റെ നിറം ബോഡി കളറിട്ടതിൽ നിന്ന് വസ്ത്രങ്ങൾക്ക് നിറങ്ങൾ കൊടുക്കുന്നതാണ്. അതെൻ്റെ മകനാണ്. മകൻ്റെ മടിയിരിക്കുന്നത് എൻ്റെ മകളുടെ മകളാണ്, അദ്വിക എന്ന പേര്. അവളിപ്പോൾ 2 വയസ്സാകാറായതേ ഉള്ളൂ. എന്നാലും ചിത്രം വരയ്ക്കുന്നതിനൊക്കെ വലിയ താല്പര്യമാണ്. മകൻ അനന്തപത്മനാഭന് അവന് 2.5-3 വയസ്സ് മുതൽ തന്നെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകനാണ്. കഴിഞ്ഞ തലമുറയിൽ 40 വർഷത്തോളം വില്ലുകൾ സമർപ്പിച്ച കഴിഞ്ഞ തലമുറയിൽ അദ്ദേഹത്തിൻ്റെ നിന്നാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. എൻ്റെ അപ്പൻ്റെ നേരെ അനുജൻ മഹാദേവൻ ആചാര്യയുടെ മൂത്ത മകനാണ്. പേര് ഉമേഷ് കുമാർ ആചാരി. അദ്ദേഹം വരയ്ക്കുന്നത് ശാസ്താവിൻ്റെ വില്ലാണ് വരയ്ക്കുന്നത്. ശാസ്താവിൻ്റെ വില്ലിൽ അതിൽ നിറങ്ങൾ കൊടുത്ത് വസ്ത്രങ്ങൾക്കും ബോഡിക്കും ഒക്കെ നിറങ്ങൾ കൊടുത്ത് വരച്ച് പൂർണ്ണതയിലെത്തിക്കുന്നതാണ്. ഉമേഷ് ആചാര്യ എന്നാണ് പേര്. അടുത്ത ആളാണ് എൻ്റെ നേരെ അനുജനാണ്, പേര് സുദർശൻ. അദ്ദേഹമാണ് ഇതെല്ലാം ഞങ്ങളെല്ലാം ലൈൻ സ്കെച്ചുകളൊക്കെ ഇട്ട് നിറങ്ങൾ, ബോഡി കളർ കൊടുത്ത് വസ്ത്രങ്ങളെല്ലാം കൊടുത്തിട്ട് അവസാനം ഫിനിഷിങ് സ്റ്റേജ് വരുമ്പോൾ അനുജനാണ് എൻ്റെ കണ്ണുമൊക്കെ വരച്ച് ഫിനിഷിങ് ആകുമ്പോഴത്തേക്കും ഞാനത് കംപ്ലീറ്റ് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നോക്കി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിൻ്റെ കുറവ് തീർത്ത് പൂർണ്ണതയിലെത്തിച്ചങ്ങ് വാർണിട്ടടിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് കാർത്തികേയൻ ആചാരി. എൻ്റെ അപ്പൻ്റെ 3ാമത്തെ അനുജൻ ഗോപി എന്ന് അറിയപ്പെടുന്ന രവീന്ദ്രൻ ആചാര്യയുടെ മൂത്ത മകനാണ്. ഇൻറ്റീരിയൽ വർക്കുകളും ഒക്കെ ചെയ്ത് വലിയ ബിൽഡിങ്ങുകളുടെയൊക്കെ അതിൻ്റെ കോൺട്രാക്ടറാണ്. ഇപ്പം ആ വർക്കിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഈ ഓണവില്ല് നിർമ്മാണവും അതിന് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് എൻ്റെ ഏറ്റവും ഇളയ അനുജനാണ് സുലഭൻ ആചാരി. സിനിമ സീരിയലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ ഈ ഓണവില്ല് നിർമ്മാണം തുടങ്ങിയതിന് ശേഷം അതെല്ലാം മതിയാക്കി ഇതൊരു വ്രതനിഷ്ഠയോടുകൂടിയും ഒരു തപസ് പോലെ ചെയ്യുന്ന ഒരു കർമ്മമായതുകൊണ്ട് മറ്റ് തൊഴിലുകളിലൊന്നും ആർക്കും പോകാൻ പറ്റില്ല. അത്രയും പവിത്രമായിട്ട് ചെയ്തെടുക്കുന്ന ഒരു സമ്പ്രദായമായതുകൊണ്ട് ഞങ്ങൾ മറ്റ് തൊഴിലുകളെല്ലാം പാടെ മാറ്റി നിർത്തിയിട്ട് ഈ പള്ളിവില്ല് ഓണവില്ല് നിർമ്മാണത്തിൽ ഏർപ്പെടുകയാണ് പതിവ്.
ഈ ചെറുതിന്റെ അളവും കാര്യങ്ങളും ഇതെങ്ങനെയാണ് ചെയ്തത്? ഇതിന് അനന്ത ചൈതന്യ വില്ലെന്നാണ് ഇതിന്റെ പേര്. ഒരു ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. കാരണം ഞങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിരുന്നു. ക്ഷേത്രവുമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. സമർപ്പണം നടത്തുന്നതിനോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ കൂടി വില്ലുകൾ വരച്ച് സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയം വന്നപ്പോൾ അവിടെ കൂടുതൽ എണ്ണം വരയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇതിനകത്ത് വളരെ പവിത്രമായിട്ട് വ്രതശുദ്ധിയോടുകൂടി വരച്ചെടുക്കേണ്ട ഒന്നാണ്. കുടുംബത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പുറത്തു നിന്ന് ആൾക്കാരെ വെച്ച് വരയ്ക്കേണ്ട ഒരു സമ്പ്രദായം അല്ല. പാരമ്പര്യത്തിൻ്റെ ഒരു സത്യം ഇതിനകത്തുണ്ട്. അപ്പം അതിന് പാരമ്പര്യം വിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ക്ഷേത്രത്തിലെ ജീവനക്കാർ ഇത് ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് തന്ന ഓർഡറിനോടൊപ്പം തന്നെ പുറത്തുനിന്ന് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ പയ്യന്മാരെ ക്ഷേത്രത്തിനകത്ത് വെച്ചിട്ട് വില്ലുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പം മാനസികമായിട്ട് വലിയ പ്രയാസമുണ്ട്. കാര്യം വളരെ പരിശുദ്ധിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിനോടൊപ്പം മറ്റ് യാതൊരു വ്രതശുദ്ധിയും ഇല്ലാതെയൊക്കെ വില്ലുകൾ വരയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളത് തർക്ക വിഷയമായി. ഞങ്ങളവിടെ അമ്പലത്തിൽ കൊടുക്കുന്നത് നിർത്തിവെച്ചു. ആ സമയം ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ തൊഴിലുകളുണ്ടായിരുന്നു. പുറത്ത് ഞാനൊരു കോപ്പറേറ്റീവ് സെക്ടറിൽ ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം മതിയാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഓണവില്ല് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ആ സമയം ഞങ്ങളുടെ വരുമാനം മുട്ടി. കാര്യം ഒരു കുലത്തൊഴിൽ എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ദിവസം പടിഞ്ഞാറേ നടയിലൂടെ അകത്ത് കയറുന്ന സമയത്ത് ഒരു വയസ്സായ മുത്തച്ഛൻ എൻ്റെ എതിരെ വന്നു. എന്നെ കണ്ടുകൊണ്ട് തൊഴുതു. അദ്ദേഹം ചോദിച്ചു, ഓണവില്ലിൻ്റെ ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ആ സമയം അമ്പലത്തിനകത്ത് വെച്ച് ചെയ്ത വില്ല് ഒരു ഭക്തൻ പോകുന്നത് കണ്ടു. എനിക്കറിയാം അത് ഞങ്ങൾ ചെയ്ത വില്ല അല്ല എന്നുള്ളത്. എനിക്ക് മനസ്സിനൊരു വലിയ പ്രയാസം ഉണ്ടായി. അപ്പോൾ എൻ്റെ മുഖം പെട്ടെന്ന് മ്ലാനമായപ്പോൾ ആ മുത്തച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് പറ്റി പെട്ടെന്ന് മുഖം മ്ലാനമായത്? ഞാൻ ആ സമയം അനുഭവിക്കുന്ന വേദന, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട്, വരുമാനമില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, നിങ്ങളിപ്പോൾ വക്യോൽ കോനിയിൽ നിന്ന് കയറ് കണ്ടെത്തുന്നത് പുറത്തുനിന്നാണ്. വക്യോലിൽ തന്നെ കയറുണ്ട്, മാറോട് അണയ്ക്കുന്ന വില്ല് ചെയ്യൂ, അത് ഭഗവാൻ ഇഷ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക്. പക്ഷേ ഒരു മിനിറ്റ് 2 മിനിറ്റിനകത്തേ വരുള്ളൂ. ഞാൻ പുറത്തിറങ്ങി ഇതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അവിടെ അത്രയും അന്വേഷിച്ചു. പടിഞ്ഞാറൻ നടയിൽ പണ്ടത്തെ ഓഫീസ്, അവരുടെ ഓഫീസിൽ നിന്ന് കയറി നോക്കി, പത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് നോക്കി, അവിടുത്തെ പോലീസിൻ്റെ അവിടെ ഒക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റി. ശരിക്കും അപ്രത്യക്ഷമായി. ഇപ്പം ഞാൻ തിരികെ വീട്ടിൽ വന്നിട്ട് അനുജന്മാരായിട്ട് സംസാരിച്ചപ്പോൾ സമയത്ത് മാറോട് അണയ്ക്കുന്ന വില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം അതിനൊരു അളവ് വേണമല്ലോ. അങ്ങനെ കണ്ടെത്തിയ അളവാണ് ഈ അളവ്. ഇത് ആരുടെ മാറിൽ വെച്ചാലും കൃത്യം അളവാണ്. അങ്ങനെ ചെയ്ത് എടുത്ത അതുവരെയും ഞങ്ങൾ ചെറിയ വില്ലുകളൊന്നും ചെയ്തിട്ടില്ല. ഇതിന് അനന്ത ചൈതന്യ വില്ലെന്നാണ് പേര്. ഈ വില്ല് വളരെ ഭക്തിയോടുകൂടി വാങ്ങിച്ചു വച്ചവർക്കൊക്കെ അതിൻ്റേതായ ഐശ്വര്യം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഈ ഓണവില്ലെന്ന്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായ നാൾ മുതൽ ഈ വില്ല് സമർപ്പണം, ഓണവില്ല് സമർപ്പണം അഥവാ പള്ളിവില്ല് സമർപ്പണം ഉണ്ടായിരുന്നു. അത് ഒരു വരച്ച ഒരു സംഭവമായിട്ട് കാണാനുള്ള വസ്തുവല്ല. ഇതൊരു ഐതിഹ്യവും പാരമ്പര്യവും അനുഷ്ഠാനവും ഒക്കെ ഉള്ളതാണ്. കാരണം ഈ ഓരോ ഓണവില്ല് ചെയ്യുമ്പോഴും ഞങ്ങൾ കളേഴ്സ് ഇത് ചാലിക്കുമ്പം തന്നെ ഇത് എടുക്കുമ്പം തന്നെ ഇതിൻ്റെ മൂലമന്ത്രം പറഞ്ഞ് ചെയ്യുന്ന ഒരു കർമ്മമാണ്. പത്മനാഭൻ്റെ പടം ആർക്കും വരയ്ക്കാം. പക്ഷേ ആചാരപരമായി പാരമ്പര്യമായി മൂലമന്ത്രം പറഞ്ഞ് ചെയ്ത് എടുത്താൽ മാത്രമേ ഓണവില്ലാവൂ. എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ല് എന്ന് പറയുന്നത് കുടുംബക്കാർ ചെയ്യുന്നത് മാത്രമേ ഓണവില്ലാവൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ത്യജിച്ച്, എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് 41 ദിവസത്തെ കഠിനവ്രതമിരുന്ന് ഭഗവാന് സമർപ്പിക്കുന്നതാണ് ഇതിൻ്റെ ആചാരം. അതൊരു വലിയ വിശിഷ്ടം. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് അമ്പലക്കാർക്ക് പോലും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്, ഉദ്യോഗസ്ഥർക്ക് അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വേദന. ഇതാണ് നമ്മുടെ ഇത് 6 ഇതിൻ്റെ ഒരു സെറ്റ് കൂടെ, ഓരോ വില്ല് കൂടിയാണ്. അപ്പം ഒരു ജോഡി വില്ലാണ്
ഞങ്ങളവിടെ സമർപ്പിക്കും. അങ്ങനെ 6 ജോഡി വില്ല്. പത്മനാഭസ്വാമിയാണ് ഇത്. ഏറ്റവും വലിയ വില്ല് പത്മനാഭസ്വാമിയാണ്. ഇത് ഭഗവാന്റെ ഉദരഭാഗത്താണ് ചാർത്തുന്നത്. ഈ ദശാവതാര വില്ല് ഇതിനകത്ത് പ്രധാന ദേവനായിട്ട് വരുന്നത് നരസിംഹമൂർത്തിയാണ്. ബാക്കി മറ്റു ദേവന്മാരുണ്ട്. ഇപ്പോൾ ഇഷ്ടദേവന്മാരായിട്ട് ശ്രീകൃഷ്ണനുണ്ട്, ശ്രീരാമനുണ്ട്, പരശുരാമനുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രധാന ദേവനായിട്ട് വാഴുന്നത് നരസിംഹമൂർത്തിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ശ്രീരാമ പട്ടാഭിഷേകം. ഇത് ശബരിമോക്ഷം, പട്ടാഭിഷേകം, ഭരതൻ ശ്രീരാമൻ്റെ പാതകം വെച്ച് പൂജിക്കുന്നു. അങ്ങനെ 3 കാലഘട്ടമാണ് ഇതിനകത്ത് വരയ്ക്കുന്നത്. ശ്രീരാമൻ്റെ ഇത് ശാസ്താവിൽ. ശാസ്താവിനകത്ത് മഹാവിഷ്ണു എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണു മോഹിനി വേഷം കെട്ടിയിട്ടുള്ള ഒരു ജന്മമാണ് ശാസ്താവിൻ്റെ ജന്മം. ശിവനും മോഹിനിയുമാണ് ശാസ്താവിൻ്റെത്. ചിന്മുദ്രയോട് കൂടിയിരിക്കുന്ന ശാസ്താവ്, സർവാലങ്കാര വിഭൂഷിതനായി വെള്ള കുതിരയിൽ സഞ്ചരിക്കുന്ന ശാസ്താവിൻ്റെ ചിത്രം. പിന്നെ ഇതിനകത്ത് ശ്രീകൃഷ്ണലീലയിൽ യൗവനം വരെയുള്ള ചിത്രമാണ്. വെണ്ണ മോഷ്ടിക്കുന്നത്, കാലികളെ മേയ്ക്കുന്നത്, ഉണ്ണിക്കണ്ണനായിട്ട് തൊട്ടിൽ ചയിക്കുന്നത്, കാളിയമർദ്ദനം, പിന്നെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഈ ചിത്രങ്ങൾ ഇതിനകത്ത് വരയ്ക്കുന്നു. വിനായകൻ്റെത് ഒറ്റ വിനായകനായിട്ടിരിക്കുന്ന ദൃഷ്ടിഗണപതിയായിട്ടുണ്ട്. ഓരോ വില്ലിനും ഓരോ ഫലങ്ങൾ കൂടി പറയുന്നുണ്ട്. പത്മനാഭസ്വാമി വ്യാഴൻ്റെ ആളാണ്, ഗുരു കടാക്ഷമാണ്, സർവ്വ ഐശ്വര്യമാണ്. അതിനകത്ത് ദേവനും ദേവിയും ലക്ഷ്മി ദേവിയൊക്കെ ഉള്ളതുകൊണ്ട് സർവ്വ ഐശ്വര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ദശാവതാര വില്ല് ശത്രുദോഷ പരിഹാരാർത്ഥമാണ്. ശത്രു അറിഞ്ഞും അറിയാതെ ഉണ്ടാകുന്ന ദൃഷ്ടിദോഷം, ശത്രുദോഷമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ദശാവതാര വില്ല് വാങ്ങി വയ്ക്കുന്നത്. പിതൃകർമ്മദോഷം മാറുന്നതിനും മംഗല്യഭാഗ്യത്തിനും, വിവാഹ തടസ്സം മൂലം വേദനിക്കുന്നവർക്ക് അല്ലെങ്കിൽ തടസ്സം വരുന്നവർക്ക് അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പട്ടാഭിഷേക വില്ല് വാങ്ങി വയ്ക്കുന്നത് ആൾക്കാർ. ശാസ്താവ് ശനിദോഷ പരിഹാരാർത്ഥം. ശ്രീകൃഷ്ണലീല ബാലാരിഷ്ടത മാറുന്നതിനും സന്താന സൗഭാഗ്യത്തിനും. ഈ ദൈവാധീനത്തിൽ, ഈശ്വരാധീനത്തിൽ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വില്ല് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ സന്താനങ്ങൾ ലഭിച്ചിട്ടുള്ളതായിട്ട് അറിയാം. സർവ്വവിഘ്നശാന്തിക്കായിട്ട് വിനായകൻ, ദൃഷ്ടിഗണപതിയായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഈ 6 ജോഡി വില്ലാണ് ഞങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഇപ്പോൾ സമർപ്പണത്തിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ ഉത്രാട നാൾ 12 വില്ലുകളും വെച്ചിട്ട് പൂജയുണ്ട്. ഈ പൂജ നടത്തിയിട്ട് തിരുവോണത്തിൻ്റെ അന്ന് അതിരാവിലെ 4-നും 6-നും ഇടയ്ക്കൊരു മുഹൂർത്തം ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് അവർ അയച്ചു തരും. ഈ മുഹൂർത്തം അനുസരിച്ചിട്ട് ഞങ്ങൾ 4:30 മണിക്ക് തന്നെ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലെത്തും. കിഴക്കേ നടയിലൂടെ അകത്ത് കയറി ശിവേലിപ്പുര തുടങ്ങുന്ന ഭാഗത്തായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു വിഗ്രഹം കൊത്തിവെച്ചിട്ടുള്ളൊരു ചുവരുണ്ട്. ആ ചുവരിൻ്റെ അവിടെ ചാരി ഈ 12 വില്ലുകളും ചാരി വയ്ക്കും. കുറച്ച് കഴിഞ്ഞ് അവിടെ ആ ശിവേലിപ്പുര തുടങ്ങുന്ന ഭാഗത്താണ് ക്ഷേത്രം ചെയ്ത ശില്പിയുടെ ശിലയുള്ളത്. അനന്തപത്മനാഭൻ മൂത്താചാര്യയുടെ ശിലയാണ് അവിടെ ഉള്ളത്. ആ ശിലയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്, വില്ല് സമർപ്പണ ചടങ്ങ് നടക്കുന്നത്. രാവിലെ ഞങ്ങൾ 4:30 മണിക്ക് അവിടെ എത്തിച്ചേരുന്നു. ഈ 12 വില്ലുകളും അവിടെ വെച്ച് നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ക്ഷേത്രത്തിനകത്തുനിന്ന് ശ്രീകോവിലിൽ നിന്നും അവിടുത്തെ പാണി വിളക്ക് കത്തിച്ചുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രവും ദക്ഷിണയും പ്രസാദവുമായിട്ട് അവിടുത്തെ ജീവനക്കാർ വരുന്നു. അത് വന്നതിന് ശേഷം അവിടുന്ന് ഈ 12 വില്ലുകൾക്കും ഓരോ കച്ചമുറി, ഒരു ഓണക്കോടിയായിട്ടാണ് കരുതുന്നത്, ഒരു 3 നേരീതമായിട്ട് ഞങ്ങൾക്ക് തരുന്നു. ഇവ ഏറ്റുവാങ്ങി അവിടുന്ന് കിട്ടുന്ന പ്രസാദവും തൊട്ടതിന് ശേഷം കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. ഏറ്റുവാങ്ങി നിലത്ത് ഈ കച്ചമുറി വിരിക്കും. വിരിച്ചതിന് ശേഷം ഈ ഓരോ വില്ലുകളും ചാരി അവിടെ കൃഷ്ണൻ്റെ ശിലയുടെ മുമ്പ് ചാരി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തലമുറയിലെ ഏതെങ്കിലും ഒരു കാരണവരാ സമയത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഓരോ വില്ല് ഇപ്പോഴത്തെ തലമുറയിലെ കാരണവരെന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ഏറ്റുവാങ്ങിയിട്ട് ഈ ഓരോ വില്ലും ഭഗവാനെ ഉയർത്തി കാണിക്കും. അതിനോടൊപ്പം തന്നെ അവിടെ ധാരാളം ഭക്തജനങ്ങൾ നിൽക്കുന്നു. ഓരോ ഭക്തജനങ്ങളും ഓരോ ഈശ്വര സങ്കല്പത്തിൽ, അതായത് 33 കോടി ഈശ്വരന്മാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ആ ഭഗവാന്മാരെ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഓരോ ഭക്തരെയും കാണിച്ചതിന് ശേഷം തിരിച്ച് നിലത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ അല്ലെങ്കിൽ ഈ ഓണക്കോടിയിൽ വയ്ക്കും. അങ്ങനെ 12 വില്ലുകളും ഭഗവാനെ കാണിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്ന ഭക്തരെയും കാണിച്ചിട്ട് ഇതിൽ വയ്ക്കും. എന്നിട്ട് എല്ലാവരും തൊട്ട് നമസ്കരിക്കും. പുഷ്പവൃഷ്ടി നടത്തിയിട്ടാണ് നമസ്കരിക്കുന്നത്. നമസ്കരിച്ചതിന് ശേഷം ഈ 12 വില്ലുകളും അവിടുത്തെ കാവൽക്കുറുപ്പ്, ക്ഷേത്രത്തിലെ കാവൽക്കുറുപ്പായിട്ട് ചിലപ്പം 2 പേര് കാണും, അല്ലെങ്കിൽ ഒരാളായിരിക്കും, ഏറ്റുവാങ്ങും. ഈ 12 വില്ലുകളും ഏറ്റുവാങ്ങി ശീവേലിപ്പുര ഒരു വലത് ചുറ്റും. ഈ ഒരു വലത് ചുറ്റുമ്പോൾ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ്, വായ്ക്കുരവയോടുകൂടിയാണ്. പിന്നെ ബിലഹരി രാഗത്തിൽ ഓണവില്ല് സമർപ്പണത്തിനൊരു രാഗമുണ്ട്. ആ രാഗത്തിൽ ഞങ്ങൾ ഈ ഒരു വലത് ഈ വില്ലുമായിട്ട് ചുറ്റി കിഴക്കേ നടയിലൂടെ തന്നെ അകത്ത് കയറുന്നു. എന്നിട്ട് വീണ്ടും ശ്രീകോവിലിനൊരു വലത് ചുറ്റി
അഭിശ്രവണ മണ്ഡപം ഉണ്ട്. അഭിശ്രവണ മണ്ഡപത്തിൽ ഈ വില്ലുകളെല്ലാം അവിടെ വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ 2 വശങ്ങളിലായിട്ട് ഇതുപോലെ കുഞ്ചലവും ഞാണും കെട്ടും. ഈ കുഞ്ചലം ചെയ്യുന്നത് സെൻട്രൽ ജയിലിൽ, ഇവിടുത്തെ നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിലിലെ തടവുകാരായ അന്തേവാസികളാണ്. അപ്പോൾ ഇവിടെ കുഞ്ചലവും ഞാണും കെട്ടി അലങ്കരിക്കും. അതിനോടൊപ്പം തന്നെ കുരുത്തോലയും കൂടി കെട്ടി അലങ്കരിക്കും. അപ്പോൾ കുരുത്തോല ഇവിടെ കെട്ടി അലങ്കരിച്ചതിന് ശേഷം പത്മനാഭസ്വാമിയെ വരച്ച വില്ല് ഭഗവാന്റെ ഉദരഭാഗത്ത് ചാർത്തി വയ്ക്കും, ചാരും. ദശാവതാരം വരച്ച വില്ല് നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൽ ചാർത്തും. ശ്രീരാമനെ വരച്ച വില്ല് ശ്രീരാമ വിഗ്രഹത്തിൽ ചാർത്തും. ശ്രീകൃഷ്ണൻ ശാസ്താവിനെ വരച്ച് ശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ, ശ്രീകൃഷ്ണനെയും വിനായകനെയും വരച്ച് തിരുവമ്പാടി കണ്ണൻ്റെ അവിടെയും വിനായകൻ്റെ വിഗ്രഹത്തിൽ ചാർത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ വേറെ ഒരിടത്തും വയ്ക്കില്ല. ഞങ്ങൾ ഈ വരച്ച വില്ലുകൾ മാത്രമേ ശ്രീകോവിലുകൾ, അതായത് ശ്രീകോവിലുകളിൽ ചാർത്തുകയുള്ളൂ. ഈ ചാർത്തിയതിന് ശേഷം 3 ദിവസം അവിടെ ഉണ്ടായിരിക്കും. തിരുവോണം, അവിട്ടം, ചതയം. ഇപ്പോൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു ശ്രീകോവിലിനകത്ത് ഒരു മാല ചാർത്തിയെ പോലും അടുത്ത ദിവസം എടുത്ത് മാറ്റും. ഇവിടെ അങ്ങനെയല്ല, വില്ല് അവിടെ 3 ദിവസം ഉണ്ടായിരിക്കും. 3 ദിവസം ഉണ്ടായിരിക്കും. അന്ന് അവിടെ പൂജ ചെയ്യുന്നത് അഗസ്ത്യർ മുനിയാണ് പൂജ ചെയ്തെന്നാണ് പറയുന്നത്. 4-ാമത്തെ ദിവസം അവിടെ നിന്ന് എടുത്തിട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂജാമുറി കൊണ്ട് വയ്ക്കും. ഈ വില്ലുകൾ അവിടെ ചെല്ലുമ്പോൾ, അവിടെ രാജാ കുടുംബത്തിൽ വയ്ക്കുമ്പോൾ, പൂജാമുറിയിൽ വയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷം വച്ചിട്ടുള്ള വില്ലുകൾ പുറത്തെടുത്തിട്ട് അവിടെ വരുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ഇവരവിടെ ഒരു സമ്മാനമായിട്ട് അല്ലെങ്കിൽ പ്രസാദമായിട്ട് വില്ലുകൾ കൊടുക്കും. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള എത്രയോ വർഷം, 1500 കാലഘട്ടത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ദശാവതാര വില്ല് ലണ്ടൻ മ്യൂസിയത്തിൽ ആയുധങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. 1988-90 കാലഘട്ടങ്ങളിലാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വില്ലുകൾ ചെയ്തു തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ദക്ഷിണയും പ്രസാദമൊക്കെ ഞങ്ങൾ ഏറ്റുവാങ്ങി അങ്ങ് പുറത്തിറങ്ങുമ്പോൾ ധാരാളം ഭക്തജനങ്ങൾ ഈ വില്ലുകൾ കാണാൻ വേണ്ടിയിട്ട് വരിയായിട്ട് നിൽക്കുന്ന കാണാം. കാര്യം വില്ല് ചാർത്തിയ ഭഗവാനെ കാണുക എന്ന് പറയുന്ന ഒരു ആഘോഷമായിട്ട് തിരുവിതാംകൂറുകാർക്കുണ്ട്. കാര്യം ഞങ്ങളുടെ ഓണവിൽ എന്ന് പറയുന്നത് ഓണവില്ല് നിർമ്മാണവും ഓണവില്ലിലെ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനവും ആചാരവും ഒക്കെ സന്തോഷത്തോടു കൂടി നിർവഹിക്കുക എന്ന് പറയുന്നത്, ഓണത്തിൻ്റെ മുമ്പ് ഭഗവാന്റെ മുമ്പേ വില്ല് സമർപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഞങ്ങളുടെ ഓണാഘോഷം. ന്യൂസ് 18 പ്രേക്ഷകർക്ക് തിരുവനന്തപുരം കരമന മേലാറന്നൂർ വിളയിൽ വീട് ഓണവില്ല് കുടുംബാംഗങ്ങളുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.